ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 391 ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് വേണ്ടി ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. ഞാൻ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി ഓമനയമ്മ നെയ്യാറ്റിൻകരയാണ്. ഓമനയമ്മ നമ്മളുടെ സംഘടനയിൽ വളരെയധികം സേവനം ചെയ്യുന്ന ഒരു സ്ത്രീരത്നമാണ്. മാത്രമല്ല സംഘടനയിൽ മാത്രമല്ല, അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് വൃദ്ധസദനമായ കോടങ്കര തുടങ്ങി വെച്ചത് എനിക്കും കൂടെ ഉണ്ടായിരുന്നു. നമ്മളാണത് ഓമനയുടെ കുടുംബ വീട്ടില് ആണ് അത് ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം നമ്മൾ അവിടെ ആദ്യം വൃദ്ധസദനമായിരുന്നില്ല, പിന്നെ ക്ലാസ്സുകളൊക്കെ, അതായത് റെഗുലറായിട്ട് ഞങ്ങൾ നെയ്യാറ്റിൻകര തൊഴുക്കലുള്ള ജയിലിലും അതുപോലെ കോടങ്കരയിൽ പോയിട്ട് അവിടെ തയ്യൽ ക്ലാസ് അങ്ങനെയുള്ളതൊക്കെ തുടങ്ങി, കുട്ടികളുടെ ക്ലാസ് അതൊക്കെ തുടങ്ങി. ഒരു 2 വർഷം അതൊക്കെ ഭംഗിയായിട്ട് നടത്തിയ ശേഷം അത് സംഘടന വൃദ്ധരായ സ്ത്രീകളെ താമസിപ്പിക്കാനായിട്ട് എടുത്തു. ഇപ്പൊ 8 പേര് അവിടെ ഉണ്ട്. ഓമന അവിടെ വളരെ ആക്റ്റീവായിട്ട് അവർക്ക് വേണ്ട ധാരാളം സേവനങ്ങൾ ചെയ്യാറുണ്ട്. ഓമനയെ വളരെ സ്നേഹപൂർവ്വം, എൻ്റെ അനിയത്തിക്ക് സമമാണ് ഓമന, അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓമന ഒന്ന് വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ, എന്നിട്ട് ഒരു 5-6 മിനിറ്റ് വായിച്ചിട്ട് അനുഭവം പറഞ്ഞോളൂ. സായിരാം. സായിരാം ചേച്ചി, വീഡിയോ ഓൺ ചെയ്യണോ? ഓഫ് ചെയ്ത് തന്നെ ഇരിക്കണല്ലേ നല്ലത്. വേണമെങ്കിൽ 1 മിനിറ്റ് ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്യട്ടെ. ഒരു മിനിറ്റെങ്കിലും കണ്ടോട്ടെ. അയ്യോ സ്വാമി സായിരാം. ഒന്ന് പൊങ്ങിയിരിക്കണേ, ഒന്നും കൂടെ പൊങ്ങിയിരിക്കൂ. മുഖം ശരിക്കും വായിക്കുമ്പോ ചിലപ്പോ നോക്കി വായിക്കുമ്പോ മുഖം മറയും. അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്തോളൂ, പറയുമ്പം ഓൺ ചെയ്താൽ മതി. ഓ, രണ്ടായാലും ഒരിക്കൽ കണ്ടല്ലോ, ഇനി ഓഫ് ചെയ്തിട്ട് വായിക്കാം. സായിരാമ. 3 പ്രാവശ്യം ഓങ്കാരം പറഞ്ഞ് 3 പ്രാവശ്യം സായി ഗായത്രി പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഭഗവാന്റെ തന്നെ വിതച്ചത് കൊയ്യും എന്ന് ഭഗവാന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് എഴുതിയ, നമ്മളെ സോമശേഖരൻ സാറ് തന്നെ എഴുതിയ ഒരു പുസ്തകത്തിൽ ഭഗവാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ഭഗവാൻ ബാബ ലോകത്തോട് ഉറക്കെ ചോദിച്ചു, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനെ ഭയക്കണം? ഭഗവാൻ ബാബയെ കണ്ടവരൊക്കെ ആ വാക്ക് ഉള്ളിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പലർക്കും ആ വാക്ക് നീണാൽ ആശ്വാസം നൽകിയില്ല. അവർ പിന്നീട് ചോദിച്ചു, എന്തേ സ്വാമി എനിക്കിങ്ങനെ ഒരു ദുരന്തം വന്നു?
സ്വാമിയെ കണ്ടത് മുതൽ ഞാൻ പുതുജീവിതം തുടങ്ങി. എന്നിട്ടും എനിക്ക് എന്തേ ഇങ്ങനെ ഒരു ഗതി? ദുഃഖ ദുരന്തങ്ങളുടെ വേലിയേറ്റത്തിൽ പലരും പലതിനെയും ആശ്രയിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, മനഃശാസ്ത്രജ്ഞർ, അങ്ങനെ. സുഹൃതികളായ ചിലർ ദേവാലയം, പുണ്യഗ്രന്ഥങ്ങൾ, പുണ്യാത്മാക്കൾ, തീർത്ഥാടനം എന്നിവയിലും ആശ്വാസം തേടുന്നു. പക്ഷെ അവിടെയും എല്ലാവർക്കും ആശ്വാസം ലഭിക്കാറില്ല. ഈശ്വരനുണ്ടോ എന്ന് പോലും സംശയം വരുന്ന നിമിഷങ്ങളാണത്. ഇവിടെയാണ് അവതാര പുരുഷന്മാരുടെ എല്ലാം ഉപദേശങ്ങളുടെ കാതലായ ഭാഗത്തേക്ക് നാം ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഒരു ആത്മപരിശോധനയുടെ സമയം ഇതാണ്. പുണ്യ ഗ്രന്ഥങ്ങൾ അരുളുന്നു, വിതച്ചത് മാത്രമേ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കൂ. ഒരു പന്ത് നിങ്ങൾ ഭിത്തിയിലേക്ക് എറിഞ്ഞാൽ അത് അതേ വേഗത്തിൽ തന്നെ തിരിച്ചു വരും. കണ്ണാടി കാണിക്കുന്നത് നിങ്ങളുടെ തന്നെ മുഖമാണ്. മലമുകളിൽ ചെന്ന് നിങ്ങൾ ഉറക്കെ അലറിയാൽ അതേ ശബ്ദം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കേൾക്കാം. ഭഗവാൻ ബാബ ഇങ്ങനെ ഉപസംഹരിക്കുന്നു: ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നിങ്ങൾ തന്നെ. നിങ്ങളുടെ നല്ല പ്രവർത്തികൾ സുഖ സൗകര്യാദികളായും ദുഷ്പ്രവർത്തികൾ ദുരിത ദുഃഖങ്ങളായും തിരിച്ചു വരുന്നത് അനുഭവിക്കുന്നതാണ്. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അന്യരെ ദുഷിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, അപവാദ പ്രചരണം നടത്തുമ്പോൾ, മറ്റൊരാളുടെ ക്ലേശങ്ങളിൽ മനസ്സ് സന്തോഷിക്കുമ്പോൾ സ്വയം അറിയുക, എനിക്ക് ദുരിതം അനുഭവിക്കാനുള്ള വിത്ത് ഞാൻ വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷിർദി സായി അരുളി, പരദൂഷണം ചെയ്യുന്നവൻ പന്നി മലം തിന്നും പോലെ അന്യന്റെ പാപം നക്കി കഴിക്കുകയാണ്. സത്യസായി അരുളി, മറ്റൊരാളുടെ കുറ്റവും കുറവും പറയരുത്, പ്രത്യേകിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ. ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് ഉപദേശിച്ചു, ആരുടെയും നന്മയും തിന്മയും ചർച്ച ചെയ്യേണ്ട, മനസ്സ് സദാ ഈശ്വരനിൽ ഉറപ്പിക്കുക. ശാന്തിക്കുള്ള വഴി അതാണ്, അത് മാത്രം. പരദൂഷണങ്ങൾ പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും നന്നായി ജീവിക്കുന്നത് കാണാമല്ലോ എന്ന സംശയത്തിന് സ്വാമി മറുപടി പറഞ്ഞു, പൂർവകർമ്മങ്ങളുടെ മേന്മ അവൻ അനുഭവിക്കുകയാണ് ഇപ്പോൾ. അത് തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിതച്ചത് അവൻ കൊയ്യാൻ തുടങ്ങും. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് എന്തേ സ്വാമി ദുരിതങ്ങൾ വരുന്നു? ചിലർ ചോദിച്ചു. സ്വാമി ഉത്തരമരുളി, മുൻപ് ചെയ്ത ദുഷ്കൃതങ്ങളുടെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. ഇന്ന് ചെയ്തതിന്റെ ഫലം താമസിയാതെ ലഭിക്കുകയും ചെയ്യും. കടമുള്ള ഒരാൾക്ക് കുറച്ച് പണം കിട്ടിയാൽ ആദ്യം കടം തീർക്കുന്നു, പിന്നെ ബാക്കിയുള്ളത് അയാളുടെ മൂലധനമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാഗവതം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുവന്റെ ഇന്നത്തെ ജീവിത രീതിയും സാഹചര്യവും കാണുമ്പോൾ അറിയാം അയാൾ പൂർവജന്മത്തിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന കാര്യം. എച്ചിൽക്കൊട്ടയിൽ തെരുവ് പട്ടികൾക്കൊപ്പം ആഹാരം വാരി തിന്നാൻ കഷ്ടപ്പെടുന്ന കുട്ടികളെ കണ്ട് കണ്ണ് നിറഞ്ഞു പോയ കാരുണ്യാനന്ദ സ്വാമിയോട് ഭഗവാൻ ബാബ അരുളി, അവൻ പൂർവജന്മത്തിൽ വലിച്ചെറിഞ്ഞ ഭക്ഷണം ഇന്നവൻ എച്ചിക്കൊട്ടയിൽ തിരയുകയാണ്. ഒരു വറ്റ് ചോറ് താഴെ പോകുമ്പോൾ, ഒരു തുള്ളി വെള്ളം പാഴാകുമ്പോൾ, ധനം അമിതമായി ചിലവഴിക്കുമ്പോൾ, ടിവിക്ക് മുന്നിൽ സമയം ധൂർത്തടിക്കുമ്പോഴും ഇക്കാര്യം ഓർക്കുക. നാളെ ഇതിനെല്ലാം നാം കണക്ക് പറയേണ്ടി വരും. ഒരുവന് ആവശ്യമുള്ളതിൽ കൂടുതൽ എടുത്താൽ അവനെ കള്ളനെന്നാണ് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നത്. കാരണം ആവശ്യത്തിൽ കൂടുതൽ കൈവശമുള്ളതെല്ലാം മറ്റാർക്കോ അവകാശപ്പെട്ടതാണ്. അത് സ്വന്തമാക്കുന്നവൻ കള്ളൻ തന്നെ. എനിക്ക് ആവശ്യമുള്ളത് എടുക്കുക, ബാക്കി കൊടുക്കുക. അധികം തിന്നരുത്. അധികം തരുന്നത് കൊടുക്കാൻ വേണ്ടിയാണ്. പറത്തിയിലെത്തിയ ഒരമ്മയും അതിസുന്ദരന്മാരായ 2 കുട്ടികളും. കുട്ടികൾ രണ്ടും ജന്മന അന്ധർ. അവരുടെ ദുഃഖം ബാബയെ ഒരു ഭക്തൻ അറിയിച്ചു. സ്വാമി പറഞ്ഞു, ആ സ്ത്രീ പൂർവജന്മത്തിൽ അന്ധരാക്കിയ 2 പേർ ഈ ജന്മത്തിൽ അവർക്ക് മക്കളായി വന്നിരിക്കുന്നു. അവർ ചെയ്ത പാപകർമ്മം അവർ ഇപ്പോൾ അനുഭവിക്കുന്നു. ധൃതരാഷ്ട്രർ അന്ധനായി ജനിക്കാനും 100 മക്കളുടെ ദാരുണമായ അന്ത്യം അറിഞ്ഞ് ദുരിതം അനുഭവിക്കാനും കാരണമുണ്ട്. പൂർവജന്മത്തിൽ ഒരിക്കൽ അടയിരുന്ന ഒരു അരയന്നത്തിന്റെ 2 കണ്ണുകളും അയാൾ കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ 100 മുട്ടകളും തല്ലി പൊട്ടിച്ചു. ഫലം ജന്മനാ അന്ധത. 100 മക്കൾ അരുംകൊല ചെയ്യപ്പെടുക, അതും കേട്ട് ജീവിക്കേണ്ടി വരിക. ചെയ്തതിന്റെ കണക്ക്
ഓരോരുത്തരും തീർക്കേണ്ടി വരുന്നു. യുവാവിന് നടുവേദന അസഹനീയമായപ്പോൾ ഒരു യുവാവിന് ഡോക്ടറെ കണ്ടു, പ്രാഥമിക പരിശോധനകൾ നടത്തി, ചികിത്സിച്ചു, വേദന കുറയുന്നില്ല. ഒടുവിൽ ഓങ്കോളജിസ്റ്റിന്, ക്യാൻസർ വിദഗ്ധൻ കേസ് റഫർ ചെയ്തു. അദ്ദേഹം വിശദമായ പരിശോധന നടത്തി, സ്കാനിങ് കഴിഞ്ഞു. പരിശോധനാ ഫലമടങ്ങിയ ഫയലുമായി അയാൾ ഡോക്ടറെ കാണാനെത്തി. ഡോക്ടറെ കാണാൻ സന്ദർശന മുറിയിൽ നിരവധി ആളുകൾ ഇരിക്കുന്നു. കുട്ടികൾ, യുവതികൾ, മധ്യവയസ്കർ, വൃദ്ധർ. എല്ലാവരുടെയും കൈവശം ടെസ്റ്റ് കഴിഞ്ഞ റിപ്പോർട്ട് ഫയലുണ്ട്. ആരുടെയും മുഖത്ത് തെല്ലും പ്രസാദമില്ല. ഡോക്ടർ അത് നോക്കി വിധി പ്രസ്താവിക്കും വരെ തീച്ചുളയിലാണ് ഓരോ മനുഷ്യ മനസ്സും. ഡോക്ടറുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്ന യുവതിയുടെ മുഖത്ത് ആഹ്ലാദം തിരതല്ലുന്നു. ഈശ്വര, അവർക്ക് അതല്ല അസുഖം. എല്ലാവരുടെയും ഹൃദയം മന്ത്രിച്ചു. പിന്നാലെ ഒരു ടീനേജുകാരനുമായി അച്ഛനും അമ്മയും കയറി. 15 മിനിറ്റകം അവർ ഇറങ്ങി വന്നു. വിങ്ങലടക്കാൻ പണിപ്പെടുന്ന അമ്മ. പയ്യന്റെ മുഖം വിളറിയിരിക്കുന്നു. അച്ഛന്റെ മുഖത്ത് വായിച്ചെടുക്കാനാവാത്ത വികാരം. നേഴ്സ് അടുത്തയാളെ വിളിച്ചു. നമ്മുടെ യുവാവ്. അയാൾ ഇടർന്ന കാൽവയ്പ്പുകളോടെ അകത്ത് കയറി. 20 മിനിറ്റ് കഴിഞ്ഞ് അയാൾ പുറത്തു വന്നു. പോയതുപോലെ തന്നെ മുഖഭാവം. നേഴ്സ് അയാളോട് മെല്ലെ ചോദിച്ചു, എന്തേ സന്തോഷമില്ലാത്തത്? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പക്ഷേ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കും? ഈ ഇരിക്കുന്നവർ കുറച്ചു മുമ്പ് ഇറങ്ങിപ്പോയ പയ്യൻ, ഇവരെല്ലാം രോഗികളാവുമ്പോൾ ഞാൻ ആഹ്ലാദം കാണിക്കുന്നത് അവരോടുള്ള ക്രൂരതയാകും. പിന്നീട് ആ ചെറുപ്പക്കാരൻ തീവ്രമായി സേവന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന് അയാൾ പറഞ്ഞ ദൃഢമായ ന്യായം ഇതായിരുന്നു: ഒരു ഡോക്ടറുടെ സ്കാനിംഗ് റിപ്പോർട്ടിന്റെ വിധിയിൽ തീരുന്നതാണ് ജീവിതം. ഞാനത് മനസ്സിലാക്കി. ഈ ലോകത്ത് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഈശ്വരൻ കനിഞ്ഞു തന്ന സമയത്ത് കഴിയുന്നത്ര നല്ല കാര്യം ചെയ്ത് സ്വസ്ഥമായിരിക്കുക. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഈ സത്യം ഞാൻ ഡോക്ടറെ കാത്തിരുന്ന വേളയിൽ നന്നായി പഠിച്ചു. ഇപ്പോൾ എനിക്ക് ശക്തമായ ഇഷ്ടാനിഷ്ടങ്ങളില്ല. തീവ്രമായ ദുഃഖവും സന്തോഷവുമില്ല. പഴയതിനേക്കാൾ ജീവിതത്തിന് ലാഘവത്വവും അർത്ഥവും വന്നു. സ്വസ്ഥതയും കിട്ടി. വാരിക്കൂട്ടി വയ്ക്കുന്നതിൽ കാര്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കി. ചെറുപ്പക്കാരൻ താൻ കണ്ടെത്തിയ ദർശനം ഇപ്രകാരം വെളിപ്പെടുത്തി. പൂർവജന്മം എന്നൊന്ന് ഇപ്രകാരം വെളിപ്പെടുത്തി. നമുക്ക് വായന ഇവിടെ അവസാനിപ്പിക്കാം. ചേച്ചി, ഇനി വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവങ്ങൾ പറഞ്ഞു. ചേച്ചി വീഡിയോ വേണ്ട ചേച്ചി, ആരും കാണണ്ട, കേട്ടാ പോരെ. സായിരാം. ഒരു അനുഭവം പറയുന്നത് കുറച്ച് പഴയത്. കാരണം തീവ്രമായ അനുഭവങ്ങൾ പഴയ കാലത്താണ് ഉണ്ടായിരുന്നത്. ഏതൊരു സായി ഡിവോട്ടിയുടെ ജീവിതത്തിലും എല്ലാ ദിവസവും എന്തെങ്കിലും അനുഭവങ്ങൾ കാണും. അത് ഒരു പക്ഷേ ആ ആളിന് മാത്രം അനുഭവപ്പെടുന്നതും മറ്റുള്ളവർക്ക് അതൊരു ഗൗരവമായി തോന്നാത്തതുമായിരിക്കും. എന്നാൽ പൂർവ്വകാലത്തിലുള്ളവർ വളരെ വലിയ അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ കയറിയ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. കാരണം അതൊരു വലിയ അനുഭവമാണ്. എന്നും ഓർക്കുന്ന ഒരു അനുഭവമാണ് ഈശ്വരൻ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു കാണുമായിരിക്കും. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കേൾക്കാത്തവർക്ക് വേണ്ടി അത് ഞാൻ ഒരിക്കൽ കൂടെ പറയണം. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അനുഭവമാണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാനിങ്ങനെ ഉച്ചയ്ക്കുള്ള ഇന്റർവെല്ലിനൊക്കെ പുസ്തകങ്ങൾ വായിക്കും. സ്വാമിയുടെ പുസ്തകങ്ങളാണ് കൂടുതലും വായിക്കുന്നത്. ബില്ലിംഗ് സൂപ്പർവിഷൻ യൂണിറ്റ് എന്നാണ്. ഞങ്ങൾ ഓഡിറ്റിനൊക്കെ പോണ വിഭാഗവും വിങ്ങുമാണ്. അവിടെ കുറച്ച് പേരാണ്, ഒരു 15 പേരോളമാണ് ആ വിങ്ങില് ഉള്ളത്. എല്ലാവരും നല്ലവരാണ്, വളരെ നല്ലവരാണ്. പക്ഷെ അതിൽ ഈശ്വരനെ വിമർശിക്കുന്നവരും ഉണ്ട്. എന്നാൽ അവരെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. വിശേഷിച്ച് സ്വാമിയെയും അമൃതാനന്ദമയി അമ്മയൊക്കെ ആ കാലത്ത് നന്നായി വിമർശിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കുന്ന സ്വാമിയുടെ പുസ്തകമൊന്നും അവരെ അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ അത് അവർ കണ്ടുപിടിച്ചു. ഈ കള്ളന്റെ പുസ്തകമാണ് വായിക്കണത്, നിങ്ങളിൽ നിന്ന് കുറെ കൂടെ ഞങ്ങള് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ ഈ വഴിക്കായോ എന്നൊക്കെ പറഞ്ഞു കളിയാക്കുകയൊക്കെ ചെയ്തു.
ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു നല്ല പയ്യനാണത്. ഇപ്പൊ ഡെങ്കടവള എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ താമസിക്കുവാണ് കുടുംബസമേതം. ആ കുടുംബം കൂടെ കൂടെ വീട്ടിൽ വരുന്നതാണ്, നല്ലവരാണ്. 2 ചെറിയ കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. പ്രസന്നൻ എന്നാണ് പേര്. അവര് കുടുംബ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. പിറ്റേന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്ത് പലഹാരം ഉണ്ടാക്കാനൊന്നും മാവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവര് കുറച്ച് അരി വറുത്ത് മുറം എന്നാണ് ഞങ്ങൾ ഇവിടെ പറയണത്. കേൾക്കുന്നവരൊക്കെ എന്താണ് പറയണതെന്ന് അറിഞ്ഞൂടാ. അരിയൊക്കെ പാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മുറം. അതിലിട്ടിട്ട് ഇവള് വെളിയില് കലത്തില് ചോറ് വയ്ക്കാനായിട്ട് അടുപ്പില് തീ കൂട്ടി ചോറ് വയ്ക്കുവാണ്. ഈ മുറത്തിലെ അരി മേശപ്പുറത്ത് വെച്ചു. ആ മേശയുടെ പുറത്താണ് മിക്സി ഇരിക്കുന്നത്. ആ മിക്സിയിൽ അപ്പൊ കുട്ടി ചെറുതാണ്, ഒന്നിലെങ്ങാണ്ട് പഠിക്കണതാണ്. ഒന്നിലായ പ്രായം, ഒരു 6 വയസ്സ്, 5 വയസ്സോ 6 വയസ്സോ കാണും. ഈ കുട്ടി ഒരു സ്റ്റൂളിൽ കയറി മേശപ്പുറത്ത് കയറിയിരുന്നു. എന്നിട്ട് ഈ മുറത്തിലിരുന്ന അരിയിൽ കുറച്ചു അരി മിക്സിയിലിട്ടു. മിക്സി ഓൺ ചെയ്തിരുന്നില്ല, ഭിത്തിയിലെ സ്വിച്ച് ഓൺ ചെയ്തിരുന്നു. ഈ കൊച്ച് ഭിത്തിയിലെ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് മിക്സിക്കകത്തോട്ട് കൈ വെച്ചിട്ട് ഇടത് കൈ മിക്സിക്കകത്ത് വെച്ചിട്ട് വലത് കൈ ഓൺ ചെയ്ത്. മിക്സി ഓഫ് ചെയ്തിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ മിക്സി കറങ്ങി. കൊച്ചിന്റെ കൈയും അതിനകത്താണ്. അപ്പൊ നിലവിളിച്ചു. അതിനിടയ്ക്ക് അമ്മ ഓടി വന്നു. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നു, മിക്സി ഓൺ ഒന്നും ഓർക്കുന്നു. ഈ മിക്സി ഒരുപാട് വട്ടം കറങ്ങിയിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ഈ അരി പൊടിഞ്ഞു. അതിൽ കൂടെ തന്നെ കൊച്ചിന്റെ കൈയും മിക്സി മറിഞ്ഞു. കൊച്ചിന്റെ കൈയിലെ ചോര കൊണ്ട് തന്നെ പൊടിഞ്ഞ അരി കുഴഞ്ഞതുപോലെയായി. അമ്മ വലിച്ചെടുത്തു. എന്നിട്ട് കൈ പൈപ്പിൽ കൊണ്ടുപോയൊക്കെ കഴുകി. എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാകാത്ത വിധം രക്തപ്രവാഹമായിരുന്നു. ഒരു തോർത്തെടുത്ത് കെട്ടി നേരെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ പറ്റൂല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കുട്ടിയെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവര് വിരളൊക്കെ നോക്കി. അപ്പൊ കുഞ്ഞു കുട്ടിയല്ലേ, ചൂണ്ടുവിരലിലെ എല്ല് മുഴുവൻ ഇങ്ങനെ ഇട്ടപ്പിട്ടപ്പിട്ടപ്പന്ന് നമ്മൾ തോരത്തിന് അരിയും പോലെ മുറിഞ്ഞു. തൊലിയൊക്കെ തൂങ്ങിക്കിടക്കണു. കയ്യിലെ അകവും മുറിഞ്ഞിട്ടുണ്ട്. പല വിരലുകൾ മുറിഞ്ഞു. പക്ഷെ ചൂണ്ടുവിരലാണ് അവൾ ഇങ്ങനെ ഊന്നിയത് അതിനകത്ത്. മിക്സിയിലെ ഇത് കൂടുതലും അരിഞ്ഞു വീഴ്ത്തിയത് ചൂണ്ടുവിരലിനെയാണ്. മറ്റെല്ലായിടത്തും മുറിവുണ്ട്, ഉള്ളം കയ്യിലും ഒക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയ ചൂണ്ടുവിരലിൽ. അവിടെ ചെന്നു. കൊച്ച് 27 ദിവസത്തോളം 28 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നു. ഒരുപാട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവസാനം ഇവര് ഈ എല്ലിനകത്തൊരു നൂൽ കമ്പിയിട്ട് എല്ല് കുരുത്ത് ഒരു ക്ലിപ്പൊക്കെ മുകളിലുണ്ട് കെട്ടി വെച്ചിട്ട് കൈ മൊത്തം കെട്ടി വെക്കുവാണ്. പെട്ടെന്ന് പറയുവാണ് ഞാൻ. എന്നിട്ട് ഒരു 27-28 ദിവസം ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് തിരിച്ചു വിട്ടിട്ട് എടുക്കേണ്ട ഇഞ്ചക്ഷൻ പെരുങ്കടമുള്ള ഒരു സർക്കാർ പിന്നെ എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെ പോയി എടുക്കാൻ പറഞ്ഞ് തിരിച്ചു വീട്ടിൽ വിട്ടു. അപ്പൊ ഈ സമയത്ത് ഞാനും ഹസ്ബൻഡും ഒരു ദിവസം ഈ കൊച്ചിന് അന്ന് പോയില്ല. അപ്പൊ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ രണ്ടാമത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ആ ദിവസം ഇവർ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പിന്നെ കൊച്ചിന് ഇൻഫെക്ഷൻ വരാതെയൊക്കെ നോക്കണമെന്ന് അവർ പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങളെ ഉൾപ്പെടെ ആരെയും വീട്ടിൽ ചെല്ലാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പരിശോധനയ്ക്ക് കൊണ്ടുപോയി കെട്ടഴിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൈ നോക്കിയിട്ട് അപ്പൊ ഈ എല്ലുകൾ മുറിഞ്ഞതുപോലെ തന്നെ അടന്നു പോയിരിക്കണം. അപ്പൊ കൈ കൂടുതൽ പഴുക്കാതിരിക്കണമെങ്കിൽ ചൂണ്ടുവിരൽ കംപ്ലീറ്റ് മുറിക്കണം, എടുത്തു കളയണം. ഈർക്കില് പോലെ. പിന്നെ അവര് പറഞ്ഞത് അട്ടയുടെ തോട് ഇങ്ങനെ ഇളവും പോലെ ഇളവി പോയിരിക്കണം. അതുകൊണ്ട് തന്നെ പോയ 2-3 ദിവസത്തിനിപ്പുറം കൊണ്ടു ചെല്ലണം. അത് കട്ട് ചെയ്ത് ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ പൂർണ്ണമായിട്ട് എടുക്കും. മറ്റു സ്ഥലത്ത് ഇങ്ങനെ മാംസം എന്തോന്നാണ് എടുത്ത് കുറച്ചൊക്കെ കളഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തൊക്കെ കളഞ്ഞിട്ട് കെട്ടണം. അതിന് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുചെല്ല ഇഞ്ചക്ഷനൊക്കെ വീണ്ടും എടുക്കാൻ ഏർപ്പാട് ചെയ്ത് അവരെ വീട്ടിൽ വിട്ടു. ഈ കുട്ടി വീട്ടിൽ പോയി. പെൺകുട്ടിയല്ലേ, 2 പെൺമക്കളാണുള്ളത് പ്രസന്നന്, ഇതല്ലേ കുട്ടി. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ പൊത്തി കരഞ്ഞ് ഗേറ്റ് തുറന്ന് എൻ്റെ മോള് നോക്കുമ്പോൾ അമ്മ പ്രസന്ന മാമൻ എന്ന് പറഞ്ഞ്. ഞങ്ങൾ അത്രയും ക്ലോസ് ആണ് സെക്ഷനിലുള്ള എല്ലാവരും. അപ്പോൾ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാറുണ്ട്. അപ്പൊ ഇത് വന്നിട്ടൊന്നും മിണ്ടണില്ല, വായിൽ ഇങ്ങനെ പൊത്തിയിരിക്കണം. കുടിക്കാൻ വെള്ളം വേണമെന്ന് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു.
മോള് വെള്ളം കൊണ്ട് കൊടുത്തു. ഒരു മൊന്ത വെള്ളം കൂടുതൽ ചോദിച്ചു അവള് കപ്പിൽ കൊണ്ടുപോയി അങ്ങനെ കൊടുത്തു. ഒഴിച്ചൊഴിച്ച് കൊടുത്ത് കുടിച്ചു. അതിനുശേഷം പറഞ്ഞ ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ വിവരം പറഞ്ഞ് വിരലെടുത്ത് കളയണമെന്ന് പറഞ്ഞു. ചൂണ്ടുവിരലാണ്, പെൺകുട്ടിയാണ്. അങ്ങനെ ഒരുപാട് വിഷമം ആയിട്ട് എല്ലാം ഇപ്പോഴും പ്രസന്നൻ എന്നുള്ള പേര് അതിന്റെ അർത്ഥത്തിൽ തന്നെ ജീവിച്ച പയ്യനാണ്. സ്വാമിയൊക്കെ ചീത്ത പറയുമെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അടുത്ത് വിരോധം തോന്നില്ല. കാരണം അത്ര പരോപകാരിയാണ്, നല്ല പയ്യനാണ്, ആർക്കും എന്തും സഹായം ചെയ്യുന്ന കുട്ടിയാണ്. ഞങ്ങൾ ആ ഓഫീസിലുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും പ്രസന്നനാണ്. ഞങ്ങൾക്കെല്ലാം ഒരു പയ്യനെ പോലെ, കുട്ടിയെ പോലെയാണ്. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസന്ന നമുക്ക് ഇനി ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ചെയ്യാൻ പോവാം. ഇത് ഒരാൾ പറഞ്ഞത് കൊണ്ട് ചെയ്യണമെന്നില്ലല്ലോ, നമുക്കത് കഴിഞ്ഞിട്ട് മാത്രം നിശ്ചയിച്ചാൽ മതി എന്ത് ചെയ്യണമെന്ന്. കരയാതിരിന്നൊക്കെ പറഞ്ഞ വിഷമമൊക്കെ സന്തോഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അവസ്ഥയിൽ എങ്ങനെ പ്രസന്നനെ തനിച്ചു പറഞ്ഞു വിടും? അപ്പൊ ഇതിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല കയ്യിൽ വിരൽ മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇത് അമ്മയോടത്ത് പറയാൻ വയ്യ, കുട്ടിയെ അറിയാൻ വയ്യ, എന്തൊക്കെയാണ് ഇതിന് ഒളിപ്പിക്കാൻ വയ്യ. ആകെ കൂടെ ഒരു സംഘർഷത്തിലായിരുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ കയ്യിൽ വളരെ വിരളാണ് ഫോട്ടോ. ആ ഒരു ഫോട്ടോയും ഒരു പാക്കറ്റ് വിഭൂതിയും എടുത്ത് ഒരു ടാക്സി വിളിച്ച് അതിൽ പ്രസന്നനും ഹസ്ബൻഡും ഞാനുമായിട്ട് പ്രസന്നന്റെ വീട്ടിൽ പോയി. ഹസ്ബൻഡും പ്രസന്നനും സംസാരിച്ചിരുന്നു. ഞാന് ഈ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് അപ്പൊ കൊച്ചിനൊന്നും അറിഞ്ഞൂടാ. മക്കളെ ഈ അപ്പൂപ്പനെ അറിയോ എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ കാണിച്ചപ്പോ അറിയൂല എന്ന് പറഞ്ഞു. ഈ അപ്പൂപ്പൻ എല്ലാ വാവയും മാറ്റിത്തരും. വാവയെന്ന് കൊച്ചുങ്ങളോട് പറയണ അസുഖത്തിനെയാണ്. അതുകൊണ്ട് മക്കൾ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കയ്യെ സുഖപ്പെടുത്തി തരണേ അപ്പൂപ്പ. മക്കള് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും ഈ അപ്പൂപ്പൻ കേൾക്കും, എന്ത് ചോദിച്ചാലും തരും. അവരെ വീട്ടിൽ ചേർന്നൊരു ഗണപതിയുടെ അമ്പലം ഉണ്ട് അടുത്ത്. പറഞ്ഞ ആ ഗണപതി ഭഗവാൻ തരും പോലെ തന്നെ ഈ അപ്പൂപ്പനും തരും. മക്കള് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഈ ഫോട്ടോ കൊച്ചിന്റെ തലേണേരടിയിൽ വെച്ചു. ഞാൻ കൊണ്ടുപോയ വിഭൂതിന്ന് കുറച്ചെടുത്ത് ഈ ബോക്സിങ്ങിന് കെട്ടി കൈ വെച്ചിരിക്കും പോലെയാണ് ഈ കൊച്ചിന്റെ കൈ കെട്ടി വെച്ചിരിക്കണം. വലിയ കെട്ടാണ്. അകത്തൊക്കെ മുറിവുള്ളതുകൊണ്ട് കൈപ്പത്തി മുഴുവൻ മൂടിപ്പൊതിഞ്ഞ് വലയുള്ള തുണി പോലെയുള്ളത് വെച്ച് ബോക്സിങ്ങിന് കെട്ടി വെച്ചിരിക്കുന്ന വലിപ്പമുണ്ട്. അതിന്റെ പുറത്ത് വെറുതെ ഞാൻ ഈ ഫോർവേഡ് മാർക്കറ്റിന്റെയൊക്കെ പുസ്തകം വായിച്ചതിന്റെ അറിവിന്റെ വെളിച്ചത്തിലും കുറച്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉറയ്ക്കാത്ത പരുവം തന്നെ എനിക്കും. എന്നാലും ഞാൻ ആ വിഭൂതി കൊച്ചിന്റെ കെട്ടിന്റെ പുറത്തിട്ടു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരു രാത്രി അന്ന് മൊബൈൽ ഫോൺ ഇല്ല എനിക്കൊന്നും, ആയി തുടങ്ങിയില്ല. രാത്രി ഒരു 12:30 ആയിക്കാണ് ഒരു ഫോൺ വന്നത്. അന്ന് രാത്രി 12:30 ഫോൺ വരുന്നെന്ന് പറഞ്ഞാൽ പേടിയാണ്. വേറെ അശുഭമായ കാര്യങ്ങൾ പറയാനായിരിക്കും സാധാരണ വിളിക്കണേ. അതുകൊണ്ട് തന്നെ പേടിച്ച് ചെന്ന് ഞാൻ ഫോൺ എടുത്തു. പ്രസന്നനാണ് അങ്ങേ തലക്കരി. എന്നെ ഇനി പറയാനൊന്നുമില്ല, നിങ്ങൾ എന്താണ് കാണിച്ചിട്ട് പോയത്? കൊച്ചു പിടയ്ക്കാണ് ഇവിടെ കിടന്ന്, അതിന്റെ കൈ വേദനിക്കണമെന്ന് പറയണു, കരയണു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. നിങ്ങളൊരു വെള്ളപ്പൊടി ഏതോ ആ മാന്ത്രികന്റെ പൊടി കൊണ്ടുവന്ന് കൊച്ചിന്റെ കയ്യിൽ ഇട്ടെന്ന് പറഞ്ഞു. അതാണെങ്കിൽ പിടയ്ക്കണു, കരയണു, പിന്നെ പറയണു ചൊറിച്ചിലുണ്ടകത്ത്, കെട്ടഴിച്ചത് അച്ഛാന്ന് പറഞ്ഞു നിലവിളിക്കണു, കയ്യിലകത്തൂടെ എന്തോ എഴയുന്നെന്ന് പറയണു. എന്ത് വേലയാണ് കാണിച്ചത്? ഓമനയമ്മ സാറേ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വാക്കിൽ എന്നെ വിളിച്ചിട്ടുമില്ല. അയ്യോ, എനിക്കത് താങ്ങാവുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ്. എൻ്റെ കൊച്ചുമോള് അത് സന്തോഷമായിട്ടിരിക്കട്ടെ. ഈശ്വരനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, പൊന്നു ഭഗവാനെ ഒരു അത്ഭുതം കാണിക്കണേ. എനിക്ക് എന്നെ അത്ഭുതം കാണിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊന്നും പറഞ്ഞാൽ പല ഡിവോട്ടികളുടെയും ഈ വിഭൂതിയുടെയൊക്കെ മാഹാത്മ്യം കണ്ടത് കൊണ്ട് വായിച്ചത് കൊണ്ടും ഒക്കെ ചെയ്തു നോക്കിയതാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വെച്ച് പറഞ്ഞ് ചെയ്തിട്ട് വന്നതാണ്. ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ അത് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, പ്രസന്ന സമാധാനപ്പെട്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്തായാലും കൊച്ചിനെ കൊണ്ടുപോകുമല്ലോ, അതിന് പകരം നാളെ തന്നെ കൊച്ചിന്റെ ഈ അസുഖമാണെന്ന് പറഞ്ഞ് രാവിലെ കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഏങ്ങലടിയും കരഞ്ഞും ബഹളം ഉണ്ടാക്കി പോയി വീട്ടിൽ. എന്നെ ഹസ്ബൻഡും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. നീ ഒരു വലിയ ഡോക്ടറായി വിഭൂതി ചികിത്സ തുടങ്ങിയല്ലേ കേക്ക്. കുറെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു കാളരാത്രിയായിരുന്നു അന്ന്, ആർക്കും ആലോചിക്കാമല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് ഏറ്റവും സ്നേഹമുള്ളൊരു പയ്യെ ഇത്ര തീഷ്ണമായ ഭാഷയിൽ വിമർശിച്ച് ചീത്ത പറയുമ്പോൾ തളർന്നുപോയി ഞാൻ. പിറ്റേന്ന് ഓഫീസിൽ പോയി. പ്രസന്നം വന്നില്ല. അവിടെ ചെന്നപ്പോൾ ഒരു നല്ല കുട്ടി വേറെയും ഉണ്ട്, ജോർജ് എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞു, ജോർജ് കൊച്ചിനെയും കൊണ്ട് പ്രസന്നൻ ആശുപത്രിയിൽ പോയിരിക്കും, നിങ്ങള് പിന്നെ ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അത് മാർസിസം കണ്ടുപിടിച്ച ആളിന്റെ അനിയനാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എങ്ങാണ്ടാണ് അതിന്റെ ചേട്ടൻ. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് പോവോ, അന്ന് എനിക്കാണ് ഓഫീസിൽ ചാർജ്. ഒന്ന് പോവോ, പ്രസന്നൻ നിന്ന് ആകെ തളരും, എനിക്ക് കുറ്റബോധവും വിഷമവും ചീത്ത പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇവരെ ഞാൻ നിർബന്ധിച്ച് കൊച്ചിനെയും കൊണ്ട് പോയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് പ്രസന്നൻ എന്ന് എനിക്കറിയാം. അങ്ങനെ ഇവര് എന്തായാലും തർക്കിക്കാൻ നിൽക്കാതെ മെഡിക്കൽ കോളേജിൽ പോയി. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇനി വീട്ടിൽ വരും, ഹസ്ബൻഡിന് ചോറ് കൊടുക്കാനും, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ ഇവിടെ ഉണ്ട്, രണ്ടമ്മമാരല്ലാതെ ഉണ്ട്, അവർക്കൊക്കെ ആഹാരം വിളമ്പി കൊടുക്കാനൊക്കെ ഓഫീസിന്റെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്കാണ് അന്ന് ഞങ്ങൾ താമസിക്കുന്നത്. അല്ല, ഈ വീട്ടിൽ തന്നെ, വാടകയ്ക്ക് താമസിച്ച വീട് മാറി ഞാനിപ്പോ താമസിക്കുന്ന വീട്ടിൽ തന്നെ. അപ്പോ ഞാൻ ഇനി ഉച്ചയ്ക്ക് വരും. ഞാൻ വന്നു, എനിക്കൊന്നും സത്യം പറഞ്ഞാൽ പ്രജ്ഞയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഓർമ്മയും ശക്തിയും തലേ ദിവസം കേട്ട വാക്കുകളിലും എൻ്റെ കൊച്ച് അനുഭവിക്കാൻ പോണ വിഷമത്തിലും അതിന് ഞാൻ കാരണം ഉണ്ടായ ദുരിതത്തിലും വേദനയിലും എത്രമാത്രം തീവ്രമായ ഒരു വേദനയാണ് ഈശ്വരൻ എനിക്ക് തന്നേന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടി. അവസാനം വന്ന് കയറി സാരി മാറ്റിയിട്ടിട്ടാണ് ചോറൊക്കെ വിളമ്പണത് കഴിക്കണതും ഒക്കെ. അത് കഴിഞ്ഞ് സാരി എടുത്ത് പോകാനായിട്ട് ഉടുക്കുവാണ്. ആ സമയത്ത് ഒന്ന് രണ്ട് കാറുകൾ വന്ന് വീട്ടിന്റെ പടിയിൽ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ഈ സാരി ഇങ്ങനെ എടുത്ത് കുത്തിക്കൊണ്ട് തന്നെ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ ഈ കൊച്ചിനെ കോരി എടുത്തോണ്ട് മുമ്പേ വരുന്നത് വിജയൻ. വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മനുഷ്യന്റെ പൊക്കമുണ്ട്. പൊക്കം വിജയൻ എന്നാണ് ഞങ്ങൾ വിളിക്കണത് തന്നെ. പക്ഷെ വിജയന്റെ മുഖത്ത് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഒരു ചിരിച്ച ഭാവമേ ഉള്ളൂ. അതിന്റെ പുറകെ 2 കാറിൽ വന്ന ഒരു ജാഥ പോലെ എല്ലാരും കൂടെ വീട്ടിൽ കയറി വന്നു. ഭഗവാനെ, ബോധം കെട്ട് വീഴും. പിന്നെ ആരെയും മുഖം ഞാൻ കണ്ടില്ല, എനിക്ക് ഒന്നൊരു കാഴ്ചയില്ല. എല്ലാരും കൂടെ കൊച്ചിനെ എൻ്റെ തലയിൽ കൊണ്ട് കെട്ടി വയ്ക്കാൻ വരണോ, എന്തൊക്കെ എന്നെ പറയും, ഉപദ്രവിക്കുവോ. എനിക്ക് അതിനേക്കാളും ആ കുട്ടിക്ക് വന്ന ദുരന്തം ഓർത്ത് ഭയങ്കര വിഷമായിരുന്നു. കണ്ണടച്ച് നിന്ന് എനിക്ക് കത്തിച്ചാമ്പലായെങ്കിലെന്ന് വിചാരിച്ച നിമിഷങ്ങളായിരുന്നു അത്. കുറച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് വീട്ടിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു ഡൈനിങ് ടേബിളിന്റെ പുറത്ത് കൊച്ചിനെ കൊണ്ട് കിടത്തി. ഇപ്പൊ ഞാൻ അടുത്ത് ചെന്നപ്പോ അന്ന് കെട്ടിയിരുന്ന ഈ ഗുസ്തി നടത്തുന്നവരെ കയ്യിലെ കെട്ടല്ല, കുറച്ചുകൂടെ നേർപ്പിച്ച ഒരു കെട്ട്. കുറച്ച് സ്ഥലങ്ങൾ കൈപ്പത്തി തന്നെ കാണാം. 2 ദിവസമേ ആയുള്ളൂ. അവസാനം ഞാൻ ഇനി നീട്ടാതെ പറയാം. ഡോക്ടർ ചെന്നിട്ട് ഇതിനു വേണ്ടി കെട്ടഴിച്ചു. കൊച്ചിന്റെ കൈ കെട്ടഴിച്ച് നോക്കിയിട്ട് ആ ഡോക്ടർ തന്നെ വണ്ടർ എന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞത് മിറക്കിൾ എന്ന് പറഞ്ഞ. സംഭവിച്ചത് ആ ചൂണ്ടുവിരലിന്റെ ആ പൊടിഞ്ഞു പോയ എല്ലെന്ന് പറഞ്ഞ എല്ലിന്റെ പുറത്ത് കുറച്ച് മാംസത്തോടെ തന്നെ ഒരു വിരൽ നഖത്തോടെ ഇരിക്കുന്നു. കനം കുറവാണ് വിരലിന്, വണ്ണം കുറവാണ്, പക്ഷെ വിരലിന്റെ എല്ലാം ഉണ്ട്. മാംസമുണ്ട്, വിരലുണ്ട്, ആ എല്ലുണ്ട്, അതിൽ നഖമുണ്ട്. ഇത് അവർക്കും ഡോക്ടർക്കും വിശ്വസിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഡോക്ടർ കസേരയിലോട്ട് പുറത്തോട്ട് ചരിഞ്ഞിട്ട് വണ്ടർ എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ വാക്ക് മിറക്കിൾ എന്നാണെന്ന് പറഞ്ഞു. ഇതെനിക്കും എൻ്റെ കാതും വിശ്വസിക്കാൻ, കണ്ണിനും വിശ്വസിക്കാൻ കഴിയാത്ത വിധം വളരെ വലിയ ഒരു അത്ഭുതമായിരുന്നു ഈ സംഭവം. ആനന്ദകുമാർ, നമ്മളെ സായി ഗ്രാമത്തിലെ ആനന്ദകുമാർ സാറ് ആദ്യം കുറെ CD ഇറക്കി. അതില് ഈ അത്ഭുതങ്ങൾ അനുഭവത്തിലുള്ളത് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ കുറെ പേര് അത്ഭുതങ്ങൾ ഇടുമായിരുന്നു. ചേച്ചിക്ക് അതൊക്കെ അറിയാം. അവര് വീട്ടിൽ വന്ന്, ഏഷ്യാനെറ്റ് ന്യൂസുകാർ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ കുറെ ആളുകളും ഒക്കെ ആയിട്ട് ന്യൂസ് പിടിക്കാൻ. അന്ന് ഞാനിത് പറഞ്ഞു. അത് ഒരുപാട് ദിവസം ആയില്ല, ഈ കുട്ടിയുടെ കൈ ഭേദമായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇവരവിടെ പോയി ആ കുട്ടിയെ, അച്ഛനെയും അമ്മയും അതിന്റെ ചേച്ചിക്കുട്ടിയും കൂടെ അവരെ തന്നെ ഏഷ്യാനെറ്റിന്റെ വലിയ വാനിൽ വീട്ടിൽ കൊണ്ടുവന്നു. അന്നത്തെ CD-യിൽ ഈ കുട്ടിയുടെ ആ നഷ്ടപ്പെട്ട കൈവിരല് എൻ്റെ കൈക്കിടെ ഉള്ളകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കൈ വച്ച് ആ കൈക്കകത്ത് അവളെ വിരല് ഇങ്ങനെ വച്ച് ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണിച്ചു. അതിൽ എന്നെ കൊണ്ട് പറയുന്ന രംഗം വന്നിട്ട് ആ വിരല് കാണിച്ചു. അങ്ങനെ ഭഗവാൻ എന്നെ ഒരു തീരാ ദുഃഖത്തിലും തീരാ കടത്തിലും നിന്നും
ഇന്നും ഞാൻ അല്ലെങ്കിൽ വേദനിക്കുമായിരുന്ന ഒരു കൊടും വേദനയിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഭഗവാനോട് എൻ്റെ ഭക്തിയും വിശ്വാസവും എത്രത്തോളം വർദ്ധിപ്പിക്കാൻ ഭഗവാന് ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ലാത്ത വിധം ഒരത്ഭുതമായി ആ പ്രവൃത്തി തീർന്നു എന്നുള്ളതാണ്. ഇന്നും ആ ഈശ്വരൻ ഞങ്ങളെ ജീവിതത്തിൽ എല്ലാരെയും പോലെ എല്ലാ സായി ഡിവോട്ടീസിന്റെ ജീവിതത്തിലും ആ ഈശ്വരൻ തീർച്ചയായും അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എടുത്തു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അനുഭവിക്കുന്നവനറിയാം ഇത് ഈശ്വരന്റെ കാരുണ്യത്തോടെയുള്ള അത്ഭുതമാണ്. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോ ഈ അടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിനും തീരെ വയ്യ. എനിക്കാണെങ്കിൽ രണ്ട് കാലും വേദന മാത്രമല്ല, ഇടതുവശം തിരിഞ്ഞു കിടക്കാൻ വയ്യാത്ത വിധത്തില് എല്ലിന്റെ വേദന കൊണ്ട് പിടയുന്ന ഒരു സമയമാണ്. തിരിഞ്ഞു കിടക്കാൻ വയ്യ, രാത്രി ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഹസ്ബൻഡിനും തീരെ വയ്യാത്തത് കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോകാൻ പോലും പറ്റുന്ന സമയമായിരുന്നില്ല. ഞാൻ ഒരാളെ സഹായത്തിന് അന്വേഷിച്ചെങ്കിലും അതും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ച് ഭഗവാന്റെ വിഗ്രഹവും വരണം, കുറച്ച് ആളുകളും വരും, എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അന്ന് രാവിലെ ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണു, ഇവിടെ ആളിനെ അന്വേഷിച്ചിരുന്നു എന്ന് അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ്. പക്ഷെ അന്ന് എനിക്കത് എന്തൊരു അനുഗ്രഹവും അതൊരു എന്തുമാത്രം സന്തോഷവും ആയിരുന്നു എന്ന് പറയാൻ വയ്യ. ഒറ്റയ്ക്ക് പലരും സഹായിക്കാൻ ഉണ്ടെങ്കിലും ആർക്കും ഒരു വീട്ടിൽ കൂടെ നിന്ന് സഹായിക്കാൻ പറ്റൂല. പിറ്റേന്ന് എനിക്കാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഇഷ്ടം. അതിനു വേണ്ടി ഒരു 10-100 പേർക്കുള്ള ആഹാരം ഉണ്ടാക്കണം. ആഴ്ചയിൽ ഒരു നാമജപം നടത്തുന്നത് കൊണ്ട് ആഹാരം ഉണ്ടാക്കൽ ഇപ്പോൾ ഒരു പ്രശ്നമല്ല. പക്ഷേ എന്നാലും കൂടുതൽ ആളുകൾക്ക് പിന്നെ ഭഗവാൻ വരുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, വിഗ്രഹം, പിന്നെ എൻ്റെ ശാരീരികമായ അവശത, ഭർത്താവിന്റെ ഒരു അസുഖാവസ്ഥ, അവിടെ എൻ്റെ പൂർണ്ണ ഹെൽപ്പും വേണം. ഇങ്ങനെ വിഷമിച്ചപ്പോഴാണ് കണ്ണിന് ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് ഞാൻ ഒരാളെ അന്വേഷിച്ചത്. അപ്പോഴൊന്നും കിട്ടാത്ത ആള് തലേ ദിവസം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കണം, ഞാനിവിടെ നിന്നോട്ടെ, അമ്മയുടെ ഒരു കൂട്ടുകാരിയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത യശോദ എന്ന് പേരുള്ള ഒരു കൂട്ടുകാരി, അത് തൊഴുക്കലിനടുത്ത് താമസിക്കുവാണ്, അവര് പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു വരാൻ. ഇങ്ങനെ ഓരോ ആപൽഘട്ടത്തിലും ആ സർവേശ്വരൻ, ആ പരമേശ്വരൻ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെന്റെ മാത്രം അനുഭവമല്ല, ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോ ആപൽഘട്ടത്തിലും ഏതെല്ലാം വിധത്തിലായി ഈശ്വരൻ സഹായിക്കുന്നു എന്ന് അനുഭവിക്കുന്നവരൊക്കെ അറിയാം. കേൾക്കുമ്പോൾ അതൊരു വലിയ കാര്യമായി തോന്നിയില്ലെങ്കിലും അനുഭവിക്കുന്നവർക്ക് വളരെ വലിയ ഒരു ആശ്വാസവും കാര്യമാണ്. പണ്ട് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു, ആഹാരം കൊടുക്കാനും, എനിക്കൊരു അതിഥി വന്നപ്പോ ആഹാരം ഉണ്ടാക്കണം, അവരോട് സംസാരിക്കണം, കൊറോണ ടൈമാണ്, മറ്റൊരു ഹെൽപ്പും കിട്ടൂല എന്ന് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്ന് ജിഷയും ഇതിൽ കാണും ചിലപ്പോ. ആ ജിഷയുടെ മോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ മിടുക്കിയായിട്ട് എൻ്റെ കുഞ്ഞുമക്കൾ ഇതിൽ സംസാരിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ. അപ്പൊ ജിഷ ഇല്ലെങ്കിൽ പോലും ആ കുടുംബം, ജ്യോതിർമയി, ജിഷയുടെ ഹസ്ബൻഡ്, മകള്, എല്ലാവരും അവര് 4 പേരും സംസാരിച്ചു കഴിഞ്ഞു. അതെ, ആ കുടുംബം ഒരു ആ കുടുംബത്തിൽ ഓരോരുത്തർക്കായിട്ട് ഞാൻ സമയം കൊടുത്തിരുന്നു. അതെ അതെ, അതൊരു കാരണം ബാലവികാസിന്റെ ഇതില്ലേ അവരെല്ലാവരും നല്ല നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. അത് അത്രയും ഡിവോട്ടഡ് ആണ് ആ ഫാമിലി, അത്രയും ഹെൽപ്പിംഗ് ആണ് അവരെല്ലാം, ഹെൽപ്പിംഗ് മൈൻഡുള്ള കുടുംബമാണ് അവര്. ഇങ്ങനെ എനിക്ക് കോഴിക്കോട് വടകരയിൽ നിന്ന് വന്ന കുടുംബത്തിന് ആഹാരം, അത് കൊറോണയുടെ ക്ലൈമാക്സ് ടൈമാണ്, അവര് വന്നപ്പോ കോഴിക്കോട് അടയ്ക്കണോ പിറ്റേന്ന് അന്ന് രാത്രി, അതുകൊണ്ട് തിരിച്ചു പോയി, 4 ദിവസം തങ്ങാൻ വന്നതാണ്. ഇതാണ് ലാസ്റ്റ് ടൈം ഓമന പറഞ്ഞു ഭക്ഷണം കൊണ്ടുവന്നത്. ആ കൊറോണ നിറയെ ഭക്ഷണവും കൊണ്ടുവന്നു ആ കുടുംബം എനിക്ക്. അങ്ങനെ ആപത്ഘട്ടത്തിലെല്ലാം സർവേശ്വരനായ ഭഗവാൻ എത്ര കരുണയോടെയാണ് കാക്കുന്നതെന്ന്. എന്നാൽ അതിനൊക്കെ എന്തെങ്കിലും തിരിച്ചാ പാദത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, 100% ഇല്ല. ഭഗവാൻ കാണിക്കുന്ന കരുണയ്ക്ക്, തെറ്റുകൾ പൊറുക്കുന്നതിന്, കുറ്റങ്ങൾ ക്ഷമിക്കുന്നതിന് ഒക്കെ പകരമായിട്ട് എന്താണ് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും ഇങ്ങനെ സഹായിക്കുന്ന ഒരു സർവേശ്വരന്റെ കാലഘട്ടത്തിൽ
കാണാനും ജീവിച്ചിരിക്കാനും ഒക്കെ കഴിഞ്ഞ മഹാഭാഗ്യത്തിന് മുമ്പിൽ ഭഗവത് പാദത്തിൽ ശിരസർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും സൈരാം പറയുന്നു. സൈരാം, സൈരാം, സൈരാം. വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച് സൈരാം. സൈരാം ചേച്ചി. ഓമനെ, ഞാൻ ശാന്ത ചേച്ചി, ഒന്ന് വിളിക്കണേ എന്നെ. പിന്നെ విളിക്കാം ചേച്ചി, విളിക്കാം. ప్రహ్లాదుడు ఒకనొక సమయమున తన తల్లి అయిన లీలావతి దగ్గరికి వచ్చి, అమ్మా, హరిప్రియుడైన నాకును హరిద్వేషి అయినటువంటి నా తండ్రికి ఉన్న ఒక్కటే భేదం అన్నాడు. ప్రహ్లాద, a great devotee, once went to his mother and just said, Mother, there is one great difference between me, who is the lover of Hari, and father who hates Hari. నేను భగవంతుని ప్రేమిస్తూ స్మరిస్తూ అతని ప్రేమ రసామృతమును గోలి నా హృదయమును నింపుకొని నేను మత్తుడై, ప్రేమోన్మత్తుడై, తన్మయత్తుడై సాదాత్మభావములో ఆనందాన్ని అనుభవిస్తున్నానన్నాడు. He said that, well, mother, I fill my heart with the Lord, and I am mad with Lord, and I am enjoying thoroughly every minute the sweetness of the Lord arising out of my own devotion and my own love for Him. నా తండ్రి అయిన హిరణ్యకశిపుడు నారాయణుని ద్వేషించి తన హృదయమును కఠినమైన శిలగా మార్చుకొని ఆ శిల యందే నారాయణుని ప్రతిష్ఠ చేసుకున్నాడు. On the other hand, my father hates Narayana, has transformed his heart into a stone, but still he has established and imprisoned his Narayana in his own heart, which is transformed into a stone. హరిని ద్వేషించినటువంటి హిరణ్యకశిపుని యొక్క హృదయమునందును, హరిని ప్రేమించినటువంటి ప్రహ్లాదుని హృదయమునందును ఉన్నది ఒక్కడే హరి. There is only one Hari who is existing in the heart of Prahlada, who has loved Hari, and in the heart of Hiranyakashipu, who has hated Hari. ద్రవరూపమైనటువంటి ప్రేమను ఆరగించి దాహమును తీర్చుకొని తన యొక్క తాపమును చల్లార్చుకున్నాడు ప్రహ్లాదుడు. Prahlada has drunk deep into the nectarine sweetness of devotion and filled his heart and quenched his thirst. కఠినమైనటువంటి హృదయమునందు హరిని ప్రతిష్ఠ చేసుకుని తాను తన తాపమును చల్లార్చుకొనలేక, దాహమును తీర్చుకొనలేక తాను అనేక విధమైనటువంటి అవస్థలకు గురి అయ్యాడు హిరణ్యకశిపుడు. Hiranyakashipu experienced innumerable troubles, not being able to quench his thirst by establishing Narayana in his own cruel heart. నమ్మి బ్రతుకు అన్నారు మానవులు. Men have declared that trust and live. నమ్మిక కలిగినటువంటి మానవునికే తనకు ఒక విధమైన ఆనందము లభ్యమవుతుంది. Only that man who has faith and who has trusted, he alone gets joy and delight. ആനന്ദ വന്നിട്ടുണ്ടോ? ആനന്ദ ആനന്ദ പാടിക്കോളൂ. വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ, വീഡിയോ ഓൺ ചെയ്യേ. ഓം നമഃ ശിവായ, 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 നമോ നമോ, ഓം നമഃ ശിവായ, നമോ നമോ. ഗംഗാധരാര ഗൗരീവരാ, ഗംഗാധരാര ഗൗരീവരാ, കൈലാസവാസ
नमो कैलासवासा नमो गंगोत्रिवासा श्री साईनाथा गंगोत्रिवासा श्री साईनाथा ओम नमः शिवाय नमः नमः ओम नमः शिवाय नमः नमः ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय नमः नमः गंगाधरार गौरीवरा कैलासवासा नमो कैलासवासा नमो गंगोत्रिवासा श्री साईनाथा ओम नमः शिवाय नमः नमः ओम नमः शिवाय नमः नमः साईराम സൈറാം ആനന്ദ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആനന്ദ് നമ്മുടെ സുരേന്ദ്ര മാഷ് കണ്ണൂർ പയ്യന്നൂർ അദ്ദേഹത്തിന്റെ മകനാണ്, സ്റ്റേറ്റ് സിംഗറാണ്. സൈറാം. സായി ഉപമ, നിങ്ങളുടെ സ്വന്തം കാറിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഡ്രൈവറുടെ സാമർഥ്യത്തിനും മനോബലത്തിനും സമർപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈശ്വരന് സമർപ്പിക്കാൻ പറയുമ്പോൾ മായാശക്തി അഥവാ ലൗകിക ഭ്രമം കൊണ്ട് നിങ്ങൾ അതിന് മടിക്കുന്നു. മായാശക്തി മഹാശക്തിക്ക് മുന്നിൽ അടിയറവ് പറയുവാൻ കൂട്ടാക്കുന്നില്ല. ഈ വിധത്തിലുള്ള കാപട്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് ശരണാഗതിയുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സംതൃപ്തിയോടെയും സന്തുഷ്ടിയോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുവാൻ സാധിക്കും. ബാബ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.